which of the following method A, B, C, D or E is generally used for the for preparing used for preparing the chlorides listed below from 1 to 5 answer by writing down the chloride and the letter pertaining to the corresponding method. Each letter is to be used only once അവര് A തന്നിരിക്കുന്നത് action of an acid on a metal. അടുത്തത് B തന്നിരിക്കുന്നത് action of an acid on an oxide or carbonate. C, direct combination. D എന്ന് പറയുന്നത് neutralization of an alkali by an acid. E എന്ന് പറയുന്നത് precipitation double decomposition ഇനി ഒന്ന് തന്നിരിക്കുന്നത് copper 2 chloride രണ്ട് തന്നിരിക്കുന്നത് iron 2 chloride മൂന്ന് തന്നിരിക്കുന്നത് iron 3 chloride നാല് തന്നിരിക്കുന്നത് lead 2 chloride അഞ്ച് തന്നിരിക്കുന്നത് sodium chloride ഇതാണ് ക്വസ്റ്റ്യൻ. ഇത്രയും വലിയ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും ഇത് വരിക സാധാരണഗതിയിൽ, അല്ലെ 5 അല്ലെ 4 മാർക്കിന്റെ. അപ്പം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക, ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കുക പെട്ടെന്ന്. ക്വസ്റ്റ്യൻ വേണം ചെറുതാക്കി കാണിക്കാം, നോക്കിക്കോളൂ. ഇതാണ് ക്വസ്റ്റ്യൻ.
പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതായത് വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് എ ബി സി ഡി ഓർ ഇ ഈസ് ജനറലി യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ക്ലോറൈഡ്സ് ലിസ്റ്റഡ് ബിലോ? ഏതൊക്കെ ക്ലോറൈഡാ? കോപ്പർ ക്ലോറൈഡ്, അയൺ 2 കോപ്പർ 2 ക്ലോറൈഡ്, അയൺ 2 ക്ലോറൈഡ്, അയൺ 3 ക്ലോറൈഡ്, ലെഡ് 2 ക്ലോറൈഡ്, സോഡിയം ക്ലോറൈഡ്. ഈ 5 ക്ലോറൈഡ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന മെത്തേഡിൽ ഏതൊക്കെ മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ ആൻസർ എങ്ങനെ എഴുതാന്നറിയോ? ആദ്യം നോക്കിയോ, കോപ്പർ 2 ക്ലോറൈഡ്, കോപ്പർ 2 ക്ലോറൈഡ്, കോപ്പർ 2 ക്ലോറൈഡ്. ഇത് ഏത് മെത്തേഡ് വെച്ചിട്ട് അതിനകത്ത് കോപ്പർ 2 ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ CuCl2 ഇതിനകത്ത് ഏത് മെത്തേഡ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഉണ്ടാക്കുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. CuCl2 കോപ്പർ ക്ലോറൈഡ് എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ, ഇ ആണോ? നിങ്ങൾ നോക്കിയാൽ മതി. കോപ്പർ ക്ലോറൈഡ് ഉണ്ടാക്കിയ ഏതെങ്കിലും റിയാക്ഷൻ ഞാൻ തന്നിട്ടുണ്ടല്ലോ, ഏതോ ഒരു റിയാക്ഷൻ ഞാൻ തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെക്ക് ചെയ്ത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് പറ്റത്തില്ലേ? അതായത് CuO പ്ലസ് HCl gives CuCl2 പ്ലസ് H2O. നോക്കിയേ, കോപ്പർ ക്ലോറൈഡ് ഉണ്ടായില്ലേ? ഇതൊരു ഓക്സൈഡ് അല്ലേ, ഇതൊരു ആസിഡ് അല്ലേ? അപ്പൊ ആസിഡിനെ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഇതുണ്ട്, ഈ കോപ്പർ ക്ലോറൈഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാവും. അപ്പൊ ഇവിടെ ഏത് റിയാക്ഷൻ, ഏതാ ആക്ഷൻ ഓഫ് ആൻ ആസിഡ് ഓർ ഓൺ ആൻ ഓക്സൈഡ് അല്ലെങ്കിൽ ഓർ കാർബണേറ്റ്. കണ്ടോ, ഇതായിരിക്കും ഇതിന്റെ ആൻസർ. അതായത് ആ കോപ്പർ 2 ക്ലോറൈഡിനെ ഉണ്ടാക്കുന്നത് ബി ആയിരിക്കും. അപ്പൊ അത് ഒന്നാമത്തേതിന്റെ ആൻസർ എന്താണ്? ഒന്നാമത്തേതിന്റെ ആൻസർ ബി ആണ്. അറിയത്തില്ലെങ്കിൽ ഈ ഇക്വേഷൻ വിത്ത് റിയാക്ഷൻ എഴുതിയിട്ടോണം. രണ്ടാമത്തേത് അയൺ 2 ക്ലോറൈഡ്. അയൺ 2 ഈ ബി എന്ന് പറഞ്ഞാൽ എന്താന്ന് എഴുതി വെക്കണം കേട്ടോ. വേണമെങ്കിൽ ആക്ഷൻ ഓഫ് ആസിഡ് ഓൺ ഓക്സൈഡ് ഓർ കാർബണേറ്റ്സ്. അതാണ് ബി അല്ലേ? ഇനി അയൺ 2 ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ എന്താ? FeCl2 ആണ്. ഈ FeCl2 നെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് അറിയാം? FeCl2 നമുക്ക് ഇതിനകത്ത് ഏത് മെത്തേഡാ? FeCl2 അല്ലേ, മെറ്റൽ. ഓക്കെ, നമുക്ക് സിമ്പിൾ ആയിട്ട് Fe പ്ലസ് HCl ഗീവ്സ് എന്താണെന്ന് അറിയാമോ? FeCl2 പ്ലസ് H2O. നിങ്ങളൊന്ന് ഈ റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. FeCl2 ഉണ്ടാക്കാനുള്ള റിയാക്ഷൻ എന്ത് ചെയ്താൽ മതി? അതായത് എ ആ നമ്മുടെ ആൻസർ. എ ആണ് എന്താ എ? എന്താ എ എന്ന് പറഞ്ഞാൽ എന്താ? ആക്ഷൻ ഓഫ് എന്താ തന്നിരിക്കുന്നത്? ആക്ഷൻ ഓഫ് ആസിഡ് ഓൺ മെറ്റൽ. കണ്ടോ, മെറ്റൽ. ഇത് ആസിഡ് ആണ്, ഇത് മെറ്റൽ ആണ്. കണ്ടോ, മെറ്റൽ മണ്ടയ്ക്ക് ആസിഡ് ആക്ട് ചെയ്തപ്പോഴത്തേക്കും അതുണ്ടായി, അതിന്റെ ക്ലോറൈഡ്. അങ്ങനെ ക്ലോറൈഡ്സ് ഉണ്ടായി. അങ്ങനെയാണ് ആരെ ഉണ്ടാക്കുന്നത്? FeCl2 നെ ഉണ്ടാക്കുന്നത് എന്നുള്ള കാര്യം ഓർമ്മ. ഇനി അയൺ 3 ക്ലോറൈഡ്, മൂന്നാമത്തേത് അയൺ 3 ക്ലോറൈഡ്. FeCl3 നെ എങ്ങനെ ഉണ്ടാക്കുന്നത്? FeCl3 നെ ഉണ്ടാക്കുന്നത് ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി ആയിരിക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഡയറക്റ്റ് കോമ്പിനേഷൻ വഴി. ദിവ്യ ഒന്ന് നോക്കിയേ, പറഞ്ഞ FeCl3 നെ ഉണ്ടാക്കുന്ന ഡയറക്റ്റ് കോമ്പിനേഷന്റെ അവിടെ ആണോ എഴുതിയിരിക്കുന്നത്? ഒന്ന് നോക്കിയേ ദിവ്യ, ചെക്ക് ചെയ്ത് നോക്കിയേ. ഏതാ? Fe plus Cl2 gives എന്താ? FeCl3 ആണോ? അപ്പൊ അവിടെ ഓൾറെഡി നമ്മൾ പഠിച്ചതാണ് അല്ലയോ? അതായത് ഡയറക്റ്റ് കോമ്പിനേഷൻ ആണ്. അതായത് Feക്കകത്ത് ഡയറക്റ്റ് ആയിട്ട് Cl2 നെ ആഡ് ചെയ്യാണ്. അപ്പൊ എന്തുണ്ടാവും? FeCl3 ഉണ്ടാവും. കണ്ടോ, ഇത് ഡയറക്റ്റ് കോമ്പിനേഷൻ. അപ്പൊ സി ആണ് അതിന്റെ ആൻസർ. ഡയറക്റ്റ് കോമ്പിനേഷൻ. അടുത്ത നാലാമത്തേത് എന്താണ്? നാലാമത്തേത് ഏതാ? ലെഡ് 2 ക്ലോറൈഡ്. അത് നമ്മൾ പഠിച്ച PbCl2. ലെഡ് 2 ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ PbCl2 ആണ്. PbCl2 നെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുക? PbCl2 എന്ന് പറയുമ്പോൾ ഒരു പ്രസിപ്പിറ്റേറ്റ് ആണെന്നുള്ള കാര്യം നമ്മൾ പ്രസിപ്പിറ്റേറ്റ് അല്ലേ? PbCl2 പ്രസിപ്പിറ്റേഷൻ.
അപ്പം അത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ വഴിയായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ എന്താ, അതായത് ഇതിന്റെ ആൻസർ ഡി ആണ്. നിങ്ങൾ ആ PbCl2 ഉണ്ടാക്കുന്ന റിയാക്ഷൻ ഞാൻ ഇന്നലെയൊക്കെ പഠിപ്പിച്ചാൽ ഈ റിയാക്ഷൻ എല്ലാം പഠിപ്പിച്ചതാ. ഓക്കെ, അപ്പം ഇത് പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ, പ്രസിപ്പിറ്റേറ്റ്. കാരണം PbCl2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസിപ്പിറ്റേറ്റ് ആണ്, ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു സോൾട്ട് ആണ്. പ്രസിപ്പിറ്റേഷൻ റിയാക്ഷൻ. ഓക്കെ, അടുത്തത് അഞ്ചാമത്തേത് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താ, NaCl. NaCl ഉണ്ടാക്കാൻ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്താൽ മതി, ന്യൂട്രലൈസേഷൻ ചെയ്താൽ മതി അല്ലേ? ന്യൂട്രലൈസേഷൻ ചെയ്താൽ മതി. ന്യൂട്രലൈസേഷൻ അത് എത്രാമത്തെയാ? അയ്യോ, ഇത് പ്രസിപ്പിറ്റേഷൻ ഇ ആയിരുന്നല്ലോ, ഡി അല്ലല്ലോ. പ്രസിപ്പിറ്റേഷൻ ഇ അല്ലേ, ഓപ്ഷൻ ഇ അല്ലേ പ്രസിപ്പിറ്റേഷൻ. ഓക്കെ, അടുത്ത ന്യൂട്രലൈസേഷൻ ആണ് തോന്നുന്നു ഡി തന്നിരിക്കുന്നത്. ഡി, ഓപ്ഷൻ ഡി, ന്യൂട്രലൈസേഷൻ. അതെങ്ങനെയാ വന്നത്? നമ്മൾ HCl-നെ NaOH-മായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ NaCl പ്ലസ് എത്രയാ, H2 ഉണ്ടാവും. ഇത് മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ഈ എഴുതിയ കാര്യങ്ങൾ മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. ഈ എഴുതിയ കാര്യം മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കുക. മിഷേലിന് മനസ്സിലാവുന്നുണ്ടോ? മിഷേല് അഭിനവ് ഒക്കെ ആണോ മോനെ? സാറേ തൽക്കാലം കുഴപ്പമില്ല. ഏതാ കേട്ടില്ല? കുഴപ്പമില്ല. അല്ല, അതെന്താ കുഴപ്പമില്ല? ആ കുഴപ്പമില്ലാന്ന് ഉത്തരം വരില്ല, കാരണം ക്ലാസ് അറ്റൻഡ് ചെയ്തല്ലേ, പിന്നെന്താ കുഴപ്പമില്ലാത്ത? ഞാൻ ലേറ്റ് ആണ്, കേറാൻ ഇച്ചിരി ലേറ്റ് ആയി, അപ്പൊ അതിന് ചെറിയ പ്രശ്നമുണ്ട്. എപ്പോ കേറാന്? ക്ലാസ്സിൽ കയറാനോ? ഓ, ഇന്നത്തെ ക്ലാസ്സിലോ? ഞാൻ വേറെ ഡിവൈസ് വെച്ചാ കയറിയത്. ഓ, ഓക്കെ ഓക്കെ, കേട്ടില്ല ഒന്നും. ഞാൻ വേറെ ഡിവൈസ് വെച്ച് കയറിയതുകൊണ്ട് നീ കയറാൻ ഇച്ചിരി പാടായിരുന്നു. ഓക്കെ 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 ഓക്കെ, ശരി. അപ്പൊ ഒരു കാര്യം ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടേക്കാം, അതൊന്ന് അപ്പൊ കാണണം എനിക്ക് ഇന്നത്തെ എങ്ങനെ മനസ്സിലായില്ല. കേട്ടോ? ഓക്കെ സർ, ഓക്കെ ഓക്കെ, ശരി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. CaH2 PO4 twice is an example of dash salt. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പ് സോൾട്ട് ആണുള്ളത്. ഒന്ന് ആസിഡ് സോൾട്ട്, ഒന്ന് ബേസിക് സോൾട്ട്, ഒന്ന് നോർമൽ സോൾട്ട്. ഈ CaH2PO4 twice എന്ന് പറയുമ്പോൾ സന എന്ന് പറഞ്ഞ ഏത് സോൾട്ടാ? സനയുണ്ടോ ഇവിടെ? സന അതിന്റെ ആൻസർ പറഞ്ഞേ. ഇത് ആസിഡ് സോൾട്ട് ആണ്. നമ്മൾ ഇത് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഡാഷ് സോൾട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇത് ഏത് സോൾട്ടിന്റെ എക്സാമ്പിളാ? പറഞ്ഞേ സന, പറഞ്ഞു. ദിവ്യ പറഞ്ഞേ, ദിവ്യ. ആസിഡ് സോൾട്ട്. കാരണം എന്താ, ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എന്താ ആസിഡ് സോൾട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ആ സോൾട്ടിനകത്ത് H വരുവാണെങ്കിൽ അത് ആസിഡ് സോൾട്ട് ആണെന്നുള്ള കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു. ആണോ ദിവ്യ? ഓക്കെ, എന്താ പറ്റി സന പറയാൻ ഞാൻ അതിന്റെ ആൻസർ? സന ഇവിടെ ഇല്ലേ? സന റെസ്പോണ്ട് ചെയ്തേ. സന കേൾക്കുന്നില്ലേ? സന ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. സന
സന കേൾക്കാമോ? പറഞ്ഞേ. ഓക്കെ ഓക്കെ. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഈ ക്വസ്റ്റ്യൻ ഇന്നലെ എഴുതിയായിരുന്നു ഒന്ന് ചെക്ക് ചെയ്യണേ. യു ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഫോളോയിങ് കെമിക്കൽസ് NaOH, Na2CO3, H2O, ZnOH twice. എഴുതിയായിരുന്നോ ദിവ്യ? എന്ന് പറഞ്ഞേ. ഇല്ല. യു ആർ പ്രൊവൈഡഡ് with the following chemicals. ഒന്ന് NaOH, അടുത്തത് Na2CO3, അടുത്തത് H2O, അടുത്തത് ZnOH twice, അടുത്തത് CO2, അടുത്തത് HCl, അടുത്തത് Fe, അടുത്തത് H2SO4, അടുത്തത് Cl2, അടുത്തത് Zn. using the suitable chemicals from the given list, state briefly how would you prepare ഒന്നാമത്തെ A എന്ന് പറയുന്നത് iron 3 chloride, B എന്ന് പറയുന്നത് sodium sulfate, അടുത്തത് C എന്ന് പറയുന്നത് sodium syngate, അടുത്തത് D iron 2 sulfate, അടുത്തത് E എന്ന് പറയുന്നത് sodium chloride. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന കെമിക്കൽസ് വെച്ചിട്ട് ഈ താഴത്തെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് അയൺ 3 ക്ലോറൈഡിൻ്റെത് ആരോൺ എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ സോഡിയം സൾഫേറ്റിൻ്റെത് സന പറയുക. സോഡിയം സിങ്കേറ്റിൻ്റെത് ദിവ്യ പറയുക. അതേപോലെ അയൺ 2 സൾഫേറ്റിൻ്റെത് മിഷേൽ അറിയാമെങ്കിൽ പറയാം. സോഡിയം ക്ലോറൈഡ് ഞാൻ പറഞ്ഞുതരും. 2 മിനിറ്റ് സമയം തരാം. പെട്ടെന്നാട്ടെ. ഈ തന്നിരിക്കുന്ന മുകളിൽ തന്നിരിക്കുന്ന കോമ്പൗണ്ട് വെച്ചിട്ട് എങ്ങനെ നമുക്ക് ഈ താഴെ തന്നിരിക്കുന്ന കോമ്പൗണ്ടുകൾ ഉണ്ടാക്കിയെടുക്കാം?
പറഞ്ഞോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആരോൺ പറഞ്ഞ. ആരോണേ, ആരോൺ ഏതാ? അയൺ ട്രിക്ലോറൈഡ് അല്ലേ? അയൺ 3 ക്ലോറൈഡ്. മുകളിൽ തന്നിരിക്കുന്ന FeCl2 ഏതാ? FeCl2 Feയും Cl2 വെച്ചിട്ട് ശരിയല്ലേ? അത് അതായത് ഡയറക്റ്റ് കോമ്പിനേഷൻ. അതായത് ഒന്നാമത്തെ ആൻസർ, അതായത് ഏഡ് ആൻസർ ഡയറക്റ്റ് കോമ്പിനേഷൻ. ഡയറക്റ്റ് കോമ്പിനേഷൻ. ബിയുടെ ആൻസർ പറഞ്ഞേ. ബി. ബി ആരോടായിരുന്നു പറഞ്ഞത്? സോഡിയം സൾഫേറ്റ്. സന, വോയിസിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പറയണോ? പറഞ്ഞോ. എന്നാ ആരോട് തന്നെ പറഞ്ഞോ. ഞാനാണോ? പറഞ്ഞോ. NaOHും H2SO4 ആണോ? NaOH, വെരി ഗുഡ്. അതായത് ആ റിയാക്ഷനും കൂടെ അങ്ങ് എഴുതി പോയേ. അതായത് Fe പ്ലസ് Cl2 ഗീവ്സ് FeCl3. അതേപോലെ തന്നെ ഇവിടെ ഒരു സെക്കൻഡ്, FeCl3 ഓക്കെ, കറക്റ്റ്. ഓക്കെ, FeCl3 ആണ്. അപ്പം ഇനി എന്താ? അതേപോലെ തന്നെ അടുത്തത് ഏതായിരുന്നു? അടുത്തത് സോഡിയം സൾഫേറ്റ്. അത് ശരിക്കും പറഞ്ഞാൽ എന്താ? എന്ത് റിയാക്ഷനാ? NaOH പ്ലസ് H2SO4 ഗീവ്സ് Na2SO4 പ്ലസ് H2O ആണോ? ഇത് ഒരു ബേസ് ആണ്, ഇത് ഒരു ആസിഡ് ആണ്, ഇത് ഒരു സോൾട്ട് ആണ്, നോർമൽ സോൾട്ട്. ഇത് വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ആസിഡ് പ്ലസ് ബേസ് പ്ലസ് ആസിഡ് ഗീവ് സോൾട്ട് പ്ലസ് വാട്ടർ എന്താ? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ. ഇത് രണ്ടും അവിടെ ഉണ്ട് ഇല്ലേ? H2SO4 ആ മുകളിൽ തന്നെ ഇരിക്കുന്നതിനകത്തുണ്ട്. കണ്ടോ? NaOH ഉണ്ട് അല്ലേ? അപ്പൊ അത് രണ്ടും വെച്ച് ആദ്യത്തെ റിയാക്ഷനകത്ത് Feയും ഉണ്ട്, Cl2 ഉണ്ട്. അത് രണ്ടും വെച്ചിട്ട് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലേ? മൂന്നാമത്തെ ആളാരാ? മൂന്നാമത്തെ ആളെന്ന് പറയുമ്പോഴത്തേക്കും സോഡിയം സിങ്കേറ്റ് ആണ്. സോഡിയം സിങ്കേറ്റ്. ദിവ്യ എന്ന് പറഞ്ഞ. ദിവ്യ ഏതാ? NaOH Zn. കറക്റ്റ് ആണ് അല്ലേ? ഗീവ്സ് എന്താ? NaZnO2 എന്ന് പറയും. Na2ZnO2. ഞാൻ പറഞ്ഞായിരുന്നു സിങ്കേറ്റ് എന്ന് പറയുന്ന അയോൺ ഉണ്ട്. ZnO2 2- എന്നാണ് അതിന്റെ അത് സോഡിയമായിട്ട് ചേരുമ്പോൾ Na1+ ആയിട്ട് ചേരുമ്പോൾ ഇത് ക്രോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ 2 താഴെ വരും, അങ്ങനെ വരും. ഇതിനെ സോഡിയം സിങ്കേറ്റ് എന്ന് പറയും. പ്ലസ് എത്രയാ? പ്ലസ് H2 വരും. ഓക്കെ, ഇത് സോഡിയം സിങ്കേറ്റ് ബൈ ദ റിയാക്ഷൻ ഓഫ് ആൽക്കലി വിത്ത് മെറ്റൽ ആണ്. ഇത് റിയാക്ഷൻ ഓഫ് ആൽക്കലി വിത്ത് മെറ്റൽ ആണ്. ഇതാണ് ആ റിയാക്ഷൻ. അപ്പൊ അത് രണ്ടും അവിടെ ഉണ്ട്. നോക്കി, NaOH ഉണ്ട്, സിങ്കും ഉണ്ട്. കണ്ടോ? NaOHും സിങ്കും ഉണ്ട്. അടുത്തത് അയൺ 2 സൾഫേറ്റ്. മിഷേൽ എന്ന് പറയാൻ ശ്രമിക്കാമോ? അയൺ 2 സൾഫേറ്റ്. ആണ്, കറക്റ്റ് ആണ്. അയൺ 2 സൾഫേറ്റ് അയൺ 2 സൾഫേറ്റ് എന്ന് പറയുമ്പോൾ എത്ര? Fe2SO4 ആണ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എന്താ? നമ്മൾ അത് ഇക്വേഷൻ ഫോമിൽ എഴുതുവാണെങ്കിൽ FeSO4 എന്ന് എഴുതാം. FeSO4. ഓക്കെ, ഇതിന്റെ മാനുഫാക്ചർ അല്ലെങ്കിൽ ഇതിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? Fe-നെ, അതായത് ഒരു ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾട്ട് പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും. അതായത് FeSO4 പ്ലസ് ഹൈഡ്രജൻ ആയിരിക്കും. ഓക്കെ, ഇത് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ by displacement reaction.
ഡിസ്പ്ലേസ് ചെയ്തു, കാരണം SO4 H2 ആയിരുന്നു, ഇപ്പുറത്ത് വന്നപ്പോൾ Fe ആയിട്ട് മാറി. ഇനി സോഡിയം ക്ലോറൈഡ് സിംപ്ലി ഒന്നും ചെയ്യണ്ടല്ലോ, എന്ത് ചെയ്താൽ മതി. സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കാൻ വേണ്ടി നേരത്തെ നമ്മൾ പഠിച്ചതാ. നാലാമത്തെ D NaCl ഉണ്ടാക്കാൻ നമ്മൾ എങ്ങനെ പഠിച്ചതാ. NaCl ഉണ്ടാക്കാൻ ഇതിനകത്ത് ഇപ്പൊ എന്താ വന്നിരിക്കുന്നത്, ഇതിനകത്ത് ആ HCl NaOH കൂടെ എടുത്താൽ മതി. HCl plus NaOH എടുത്താൽ മതി. HCl plus NaOH എടുത്താൽ മതി. ഗീവ്സ് എത്രയാ? NaCl plus എത്രയാ? H2O. ഇതാണ് അതിന്റെ ഓക്കെ. ഇതായിരിക്കും അതിന്റെ ആൻസർ എല്ലാം. നമ്മുടെ അഭിനവിന് ഓക്കെ ആണോ ഇത്? ഇത് ന്യൂട്രലൈസേഷൻ ആണ്. ന്യൂട്രലൈസേഷൻ. അഭിനവിന് ഓക്കെ ആണോ? സാറേ ഇത് വരുവേം പോവുകയും ചെയ്യുമോ? ഏതാ? അല്ല, വരുവേം പോവുകയും ചെയ്യുമോ സൗണ്ട്? വരുവേം പോവുകയും ചെയ്യുമോ സൗണ്ട്? ഇത് നേരെ നിൽക്കുന്നില്ല. ഇവിടത്തെ പ്രശ്നമല്ല. എന്റെ പ്രശ്നമോ? എന്റെ പ്രശ്നമോ? മഴയുടെ ഒക്കെ ആയിരിക്കും, നെറ്റ്വർക്ക് ഇഷ്യൂ ആയിരിക്കും. ഓക്കെ, എന്തായാലും ഇത് കഴിഞ്ഞിട്ട് വീഡിയോ ക്ലാസ് കാണുക കേട്ടോ, ഞാൻ അയച്ചു തരാം. ഓക്കെ സർ, താങ്ക് യു. സനയ്ക്ക് ക്വസ്റ്റ്യൻ അല്ലായിരുന്നു വേണ്ട, ക്വസ്റ്റ്യൻ നോക്കിയോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. ആർക്കെങ്കിലും മനസ്സിലാകാഴിക ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക, ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാ കേട്ടോ. അല്ലാതെ എനിക്ക് അറിയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാ. ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കോ. How does tooth enamel get damaged? Question mark. What can be done to prevent it? ഇത് നമ്മുടെ ആരാ പറയാവുന്ന?
മിഷേൽ ഒന്ന് പറയാമോ? എക്സാം എന്തായാലും കഴിഞ്ഞല്ലേ, ഒന്ന് പറയാമോ? പറയാമോ? മിഷേൽ അറിയാമോ? ഇല്ലെന്നാണോ പറയുന്നത്? അതോ ഓക്കെ. അതായത് നമ്മുടെ ഇത് എപ്പോഴും ശ്രദ്ധിച്ചോണം, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. നമ്മുടെ വായിൽ നടക്കുന്ന ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് ശരിക്കും പല്ലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി വായി നടക്കുന്ന ഒരു റിയാക്ഷൻ. അതെങ്ങനെയാണെന്നറിയോ? നമ്മളിപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് കിടക്കുക, അല്ലെ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ നിന്ന് നമ്മുടെ പല്ലിനിടയ്ക്കൊക്കെ നമ്മൾ കഴിച്ച ഫുഡ് പാർട്ടിക്കിൾസ് എന്തായാലും എന്താ അതിനിടയ്ക്കൊക്കെ കയറിയിരിക്കുമല്ലോ. അപ്പൊ അതെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബാക്ടീരിയ അവിടെ ഉണ്ടാവുകയും ആ ബാക്ടീരിയ ഒരു ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുകയും അങ്ങനെ ആ ആസിഡ് നമ്മുടെ ഇനാമലിന്റെ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന, ഇനാമൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാൽസ്യം ഹൈഡ്രോക്സി അപ്പറ്റൈറ്റ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇനാമൽ ഇസ് എ ഹാർഡസ്റ്റ് സബ്സ്റ്റൻസ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഈ ആസിഡ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ ഫുഡിനെ ഡിഗ്രേഡ് ചെയ്യാൻ വേണ്ടി പല്ലിലുള്ള ഫുഡ് പാർട്ടിക്കിൾ മൂലം ഉണ്ടാകുന്ന ആസിഡ് അതിനെ ഡാമേജ് ചെയ്യും, അതിനെ കൊറോഡ് ചെയ്യും. അങ്ങനെ കൊറോഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് പല്ലിന് പുഴുപ്പല്ല് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പോട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പല്ല് തേക്കണമെന്ന് പറയുന്നത്. അതെന്താണെന്നറിയോ? ഫുഡ് കഴിക്കുമ്പോൾ വായിൽ എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ എന്താ ആസിഡ് പാർട്ടിക്കിൾസ് അല്ലെ ആസിഡ് ഉണ്ടാവും. എങ്ങനെ? ബാക്ടീരിയ ആക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ആസിഡ് എന്തായാലും ഉണ്ടാവും. അപ്പം ആ ആസിഡിനെ നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ പല്ല് തേക്കുമ്പോൾ പല്ല് തേക്കാൻ ഉപയോഗിക്കുന്ന പേസ്റ്റ് ഒരു ബേസാണ്. അപ്പൊ നമ്മൾ പല്ല് തേക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ ആസിഡ് ഉണ്ട്, എന്നാൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോൾ നമ്മൾ ആ പേസ്റ്റ് എടുത്തിട്ടാണ് ചെയ്യുന്നത്. ആ പേസ്റ്റ് ബേസ് ആണ്. അപ്പൊ ആസിഡും ബേസും കൂടെ ചേർന്നിട്ട് അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടന്നിട്ട് സോൾട്ടും വാട്ടറും ഉണ്ടാവും. അപ്പം നമ്മുടെ പല്ലിന്റെ അവിടെ ഉണ്ടാകുന്ന ആസിഡിനെ എന്ത് ചെയ്യും? അത് ന്യൂട്രലൈസ് ചെയ്ത് കളയും. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ. അപ്പൊ നമ്മൾ ഹൈജീനിക് ആയിട്ട് നമ്മുടെ പല്ല് സൂക്ഷിച്ചാൽ മാത്രമേ ഇനാമൽ പ്രൊട്ടക്റ്റഡ് ആവത്തുള്ളൂ. മാത്രമല്ല നമ്മൾ ഈ പല്ല് വെച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം ഇങ്ങനെ കറമുറ എന്ന് കഴിച്ചോണ്ടിരിക്കുമല്ലേ. അപ്പൊ ഇതിന് വിയർ ആൻഡ് ടിയറും ഉണ്ടാവും, മനസ്സിലായോ? തേയ്മാനം ഒക്കെ ഉണ്ടാവും. അതും അങ്ങനെയുമൊക്കെയാണ് എന്ത് വലിയ ഡാമേജ് ആണ്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് ഇതാണ്, ഹൗ ഡസ് എന്താണ് ടൂത്ത് ഇനാമൽ ഗെറ്റ് ഡാമേജ്ഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ. അപ്പം ഇങ്ങനെ നമുക്ക് എഴുതാം, എഴുതിക്കോളൂ. സബ്സ്റ്റൻസ് ലൈക്ക് chocolates and sweets are degraded by bacteria present in our mouth when the pH falls to 5.5. tooth decay starts. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ 7 താഴോട്ട് ഫുള്ള് അസിഡിക് പി എച്ചും 7 മുകളിലോട്ട് ബേസിക് പി എച്ചും 7 ഒരു ന്യൂട്രൽ പി എച്ചും ആണ്. അപ്പം 5.5 താഴെ പോവുകയാണെങ്കിൽ അപ്പോൾ അസിഡിക് കണ്ടന്റ് ആയി കൂടുകയെന്നർത്ഥം. അങ്ങനെ ആ സമയത്ത് ടൂത്ത് ഡീക്കേ സ്റ്റാർട്ട് ചെയ്യും. നമുക്കറിയാം ടൂത്ത് ഇനാമൽ is the hardest substance in our body. Substance in our body, and it gets corroded. The saliva produced by salivary gland is slightly alkaline. It helps to increase
pH to some extent, to some extent. But അതായത് സലൈവ ഒരു പരിധി വരെ സഹായിക്കും. but toothpaste which contain basic which contain basic substance which contain basic substance is used to neutralize excess acid in the mouth. ഇത്രയുള്ള അതിന്റെ ആൻസർ. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Choose the most appropriate. Choose the most appropriate. Choose the most appropriate answer from SO2, SiO2, Al2O3, CO, MgO, Na2O. ഒന്നാമത്തേത് a covalent oxide of a metalloid. B, an oxide which when dissolved in water forms acid. C, a basic oxide. D, an amphoteric oxide. Amphoteric oxide.
ഇത് എഴുതിയിട്ട് പറയണേ, 2 മിനിറ്റ് തരാം, എഴുതിയിട്ട് പറ. പറയാമോ? ആരോൺ പറഞ്ഞേ. ആദ്യത്തേതല്ലേ? ഓരോന്നോരോന്നും എല്ലാം പറയാമെങ്കിൽ പറഞ്ഞോ. ആദ്യം പറ എന്തായാലും. ചൂസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദി ഫോളോയിങ്. എ കോവാലന്റ് ഓക്സൈഡ് ഓഫ് എ മെറ്റലോയിഡ്. ഒരു മെറ്റലോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മെറ്റലോയിഡ് മെറ്റലിന്റെ നോൺ മെറ്റലിന്റെ സ്വഭാവം കാണിക്കുന്ന ആളാണ് മെറ്റലോയിഡ്. അതായത് വാലൻസി 4 ഉള്ള ആൾക്കാർ പൊതുവെ എന്താണ് മെറ്റലോയിഡ്സ് പ്രോപ്പർട്ടി കാണിക്കും. ഇതിനകത്ത് വാലൻസി 4 ഉള്ള കാറ്റയോൺ ഏതാ? സൾഫർ നെഗറ്റീവാ, അലൂമിനിയം പോസിറ്റീവാ, കാർബണും അതേപോലെ തന്നെ സിലിക്കണും ആണ്. അതിനകത്ത് സിലിക്കൺ ഡയോക്സൈഡ് ആണ് കോവാലന്റ് ഓക്സൈഡ് ഓഫ് എ എന്താണ് മെറ്റലോയിഡ് എന്ന് പറയുന്നത്. സിലിക്കൺ ഒരു മെറ്റലോയിഡ് ആണ്. അപ്പം നമുക്ക് സിലിക്കൺ എടുക്കാം. ഇതിന്റെ ആൻസർ SiO2 ആണോ? ആരോണേ? ഇതാണോ എഴുതിയേ? അല്ല. പക്ഷെ സംശയം ഉണ്ടായിരുന്നു. അപ്പം സിലിക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെറ്റലോയിഡ് ആണ് കേട്ടോ. അപ്പം അതിന്റെ സിലിക്കൺ മെറ്റലോയിഡും ആണ്. മാത്രമല്ല അതിന്റെ വാലൻസി 4 ആയതുകൊണ്ട് അത് ഷെയർ ചെയ്യത്തേ ഉള്ളൂ. ഇലക്ട്രോൺസിനെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യത്തില്ല. ഇലക്ട്രോണിനെ കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യാതെ ഷെയർ ചെയ്തതുകൊണ്ട് അതിന് കോവാലന്റ് ബോണ്ടേ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ അതൊരു കോവാലന്റ് ഓക്സൈഡ് ആണ്. അപ്പോൾ അത് പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് SiO2. ഇനി ഓക്സൈഡ് വിച്ച് ഡിസോൾവ്ഡ് ഇൻ വാട്ടർ ഫോംസ് ആസിഡ്. ഓക്സൈഡ് ഓക്കെ. അപ്പം അതെന്താ? അതായത് ഒരു ഓക്സൈഡ്, ആ ഓക്സൈഡ് വെള്ളത്തിനകത്ത് അലിയിച്ചു കഴിഞ്ഞാൽ വാട്ടർ ഉണ്ടാവുന്നുണ്ടല്ലോ, ആസിഡ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും എന്തായിരിക്കണം? സൾഫർ ഡയോക്സൈഡ് ആയിരിക്കണം. കാരണം SO2നെ നമ്മൾ H2O ആയിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തുണ്ടാവും? അത് ആസിഡ് H2SO3 എന്ന് പറയുന്ന സൾഫ്യൂറസ് ആസിഡ് ആയിരിക്കും ഉണ്ടാകുക. ഓക്കെ, സൾഫ്യൂരിക് ആസിഡ് അല്ല, സൾഫ്യൂറസ് ആസിഡ് എന്ന് പറയും. ഓക്കെ, അപ്പൊ അതൊന്ന് ഓർത്ത് വെച്ചേക്കണം. അപ്പൊ SO2 ആണ് അതിന്റെ ആൻസർ. SO2. അതേപോലെ തന്നെ ഒരു ബേസിക് ഓക്സൈഡ്, നമുക്കറിയാം മെറ്റൽ ഓക്സൈഡുകൾ എല്ലാം എന്താണ്? ബേസിക് ഓക്സൈഡ് ആണ്. മെറ്റൽ ഓക്സൈഡ് എല്ലാം ബേസിക് ഓക്സൈഡ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്ന് എടുക്കാം? ഫോർ എക്സാമ്പിൾ MgO Na2 അല്ലേ? ഓക്കെ, എന്തായാലും തൽക്കാലം Na2O എന്ന് തൽക്കാലം എഴുത്. പക്ഷെ അവിടെ MgO അതും മെറ്റൽ ഓക്സൈഡ്, അതും ബേസിക് ആണ്. ഓക്കെ, എന്തായാലും അതൊന്ന് നോക്കട്ടെ. പിന്നെ ആംഫോട്രിക് എന്ന് പറഞ്ഞാൽ എന്താ? ആസിഡ് സ്വഭാവം കാണിക്കും, ബേസിക് സ്വഭാവം കാണിക്കുന്ന ആസിഡ്. അതായത് അത് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്താലും സോൾട്ട് മാത്രം ഉണ്ടാവും, ബേസുമായിട്ട് റിയാക്ട് ചെയ്താലും സോൾട്ട് മാത്രം ഉണ്ടാവും. അങ്ങനെയുള്ള ഒറ്റ ആളേ ഉള്ളൂ അലൂമിനിയം. അപ്പം Al2O3 കണ്ടോ, ഇതാണ്. ഇതിന്റെ കാര്യം ഞാനൊന്ന് പറയാം. അതായത് MgOയും ഇതും വന്നിട്ടുണ്ട്. അതായത് ഇവിടെ നിങ്ങൾ
ഈ MgO ഒരു മെറ്റാലിക് ഓക്സൈഡ് ആണ്, Na2O ഒരു മെറ്റാലിക് ഓക്സൈഡ്. അപ്പം ബേസിക് ഓക്സൈഡ് എന്ന് പറയാം, മെറ്റാലിക് ഓക്സൈഡുകളെല്ലാം ബേസിക് ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ബേസിക് ഓക്സൈഡിനകത്ത് വരുന്നത്. അപ്പം പക്ഷെ അതിനകത്ത് Na2 സോഡിയം ഓക്സൈഡ് ആണ് കുറച്ചുകൂടെ കൂടുതൽ ബേസിക് ആരെക്കാട്ടിലും, MgOയെക്കാട്ടിലും. അതുകൊണ്ടാണ് അതിന്റെ ആൻസർ Na2O എന്ന് എഴുതിയത് കേട്ടോ, ഓർത്തോണം. അവിടെ കൺഫ്യൂഷൻ വരാം, രണ്ടും മെറ്റാലിക് ഓക്സൈഡ് ആണ്, രണ്ടും ബേസിക് ഓക്സൈഡ് ആണ്. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. നമ്മുടെ ഇതിന്റെ ഓക്കെ, എഴുതിക്കോ, ഈ ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ. Write the balanced equation. Write the balanced equation for the preparation of the following salt. Following salt in laboratory. അതിനകത്ത് A എന്ന് പറയുന്നത് a soluble substance, soluble sulfate by the action of acid on insoluble base. A soluble sulfate, അതായത് write the balanced chemical equation for the preparation of following salt in laboratory. A soluble sulfate ആയിരിക്കണം, by the action of acid on insoluble base ആയിരിക്കണം. അങ്ങനെ ഒരു റിയാക്ഷൻ എക്സാമ്പിൾ ആരായിരിക്കും പറയുന്ന? ഒന്ന് ദിവ്യ ഒന്ന് പറഞ്ഞേ. ദിവ്യ നോക്കിയിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. അറിയാമോ ദിവ്യ? കേട്ടില്ല, മനസ്സിലായില്ല. ഒരു സോലുബിൾ സൾഫേറ്റ് ഉണ്ടാക്കണം. സോലുബിൾ സൾഫേറ്റിനെ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത്? ഒരു ആസിഡിനെ ഇൻസോലുബിൾ ബേസുമായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് വേണം ഉണ്ടാക്കാൻ. അപ്പൊ ആദ്യം സോലുബിൾ സൾഫേറ്റ് ഏതാന്നുള്ള കാര്യം ഒന്ന് ഫൈനലൈസ് ചെയ്യണം. സോലുബിൾ സൾഫേറ്റിന് ഒരു എക്സാമ്പിൾ പറയാമോ? സിമ്പിൾ ആയിട്ട് പറയാം. എന്താ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച CuSO4 ഒരു സോലുബിൾ സൾഫേറ്റ് ആണോ ദിവ്യ?
ഇതൊരു സോലുബിൾ സോൾട്ട് ആണ്, സോലുബിൾ സോൾട്ട് ആണ് അല്ലേ? ആണ്. ഇതിനെ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതിനെ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിൽ നിന്നുണ്ടാക്കണം ഒരു ആസിഡും അതേപോലെ തന്നെ ഇൻസോലുബിൾ ബേസും. ഒരു ആസിഡ് നമുക്ക് ഏത് ഉപയോഗിക്കാം? H2SO4 ഉപയോഗിക്കാം, എന്നാലേ സൾഫേറ്റ് വരത്തുള്ളൂ. ഇൻസോലുബിൾ ബേസ് ഏത് ഉപയോഗിക്കാം? OH വരുന്നത് തന്നെ ആവണമെന്നില്ല, O വരുന്നതും ബേസ് തന്നെ. അപ്പൊ നമുക്ക് CuO വേണമെങ്കിൽ ഉപയോഗിക്കാമല്ലോ, എന്നാലല്ലേ CuSO4 വരുമല്ലോ. അപ്പൊ നോക്കിയേ, ഇതൊരു ബേസ് ആണ്. ഇത് എന്ത് ബേസ് ആണ്? ഇൻസോലുബിൾ ബേസ് ആണ്. ഇൻസോലുബിൾ ബേസ് ആണ്. ഈ ഇൻസോലുബിൾ ബേസിനെ നമ്മൾ ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഒരു എന്താണ് സോലുബിൾ ആയിട്ടുള്ള സൾഫേറ്റ് കിട്ടി. പ്ലസ് എത്രയാ? പ്ലസ് വാട്ടർ, H2O. കണ്ടോ? ഇതായിരിക്കും ഇതിന്റെ ആൻസർ. ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലയോ? H2SO4, H2SO4 എല്ലാം ബാലൻസ്ഡ് ആണ്, ഒന്നും ചെയ്യണ്ട. അടുത്തത് ഇതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. an insoluble salt, an insoluble salt by the action of an acid on another salt, salt. അതായത് ഒരു ഇൻസോലുബിൾ സോൾട്ട് ഉണ്ടാക്കണം. ഓക്കെ, അത് എങ്ങനെ ഉണ്ടാക്കണം? ഒരു ആസിഡും വേറൊരു സോൾട്ടുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് ഉണ്ടാക്കണം. അപ്പൊ നമുക്ക് ഇൻസോലുബിൾ സോൾട്ട് ആദ്യമേ തന്നെ ഫിക്സ് ചെയ്യണം. ഇൻസോലുബിൾ സോൾട്ട് കുറെ സോൾട്ട് ഉണ്ട്. അതിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള ഒരു ഇൻസോലുബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ AgCl. ഓക്കെ, ഇതൊരു ആസിഡ്. അപ്പൊ AgCl ഉണ്ടാവണമെങ്കിൽ Cl ഉള്ള ഒരു ആസിഡ് എന്തായാലും വേണം, HCl വേണം. പ്ലസ് വേറൊരു സോൾട്ട് നമുക്ക് എങ്ങനെയാണ് ഒന്ന് എടുക്കാൻ പറ്റുക? വേറൊരു സോൾട്ട് HNO3 എടുത്തു കഴിഞ്ഞാൽ, അല്ല സോറി, AgNO3 എടുത്തു കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഈ എന്തായാലും AgCl ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ Ag ഉള്ള ഒരു സോൾട്ട് വേണ്ടേ? അത് ഇൻസോലുബിൾ ആയിരിക്കണം. അപ്പൊ AgNO3 ഒരു ഇൻസോലുബിൾ സോൾട്ട്. അതായത് ഇത് ഇൻസോലുബിൾ ആണ്. അതായത് കുറച്ച് ഇൻസോലുബിൾ സോൾട്ടിനെയും സോലുബിൾ ബേസിനെയും ഇൻസോലുബിൾ ബേസിനെയും അങ്ങനെയൊക്കെ പഠിച്ചു വെച്ചേക്കണം കേട്ടോ, കുറച്ച് ആൾക്കാരുടെ. എന്നാലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടോ, ഇത് ഇൻസോലുബിൾ സോൾട്ട് ആണ്. കണ്ടോ, ഒരു ഇൻസോലുബിൾ സോൾട്ട് ആകണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. എന്താ, ഏതെങ്കിലും ഒരു സോൾട്ടിനെ എന്താ HCl-യുമായിട്ട് ട്രീറ്റ് ചെയ്യല, ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസോലുബിൾ സോൾട്ട് ഉണ്ടാക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമുക്ക് AgNO3 മതി, ഇത് തന്നെ മതി. AgNO3 പ്ലസ് HCl ഗീവ്സ് എന്താ? AgCl പ്ലസ് എത്രയാ? AgCl പ്ലസ് HNO3 എന്ന് വരും. ബാലൻസ്ഡ് ആണോ? Cl HNO3. ഇതും ബാലൻസ്ഡ് ആണ്. കണ്ടോ, ഇത് ഇൻസോലുബിൾ സോൾട്ട് ആണ്. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ഇൻസോലുബിൾ ബേസിനെ പ്രിപ്പയർ ചെയ്യണം ബൈ ദ ആക്ഷൻ ഓഫ് സോലുബിൾ ബേസ് ഓൺ എ സോലുബിൾ സോൾട്ട്. ഇൻസോലുബിൾ ബേസ് ഉണ്ടാക്കണം. ഇൻസോലുബിൾ ബേസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ OH ഉള്ളത് ഉണ്ടാക്കാം, അല്ലെങ്കിൽ O2- ഉള്ളത് ഉണ്ടാക്കാം. ഇൻസോലുബിൾ ബേസ് ആക്ഷൻ സോലുബിൾ ബേസ് എന്ന് പറയുമ്പോഴേക്കും ഓക്കെ, സോലുബിൾ ബേസ് എന്ന് പറയുമ്പോൾ NaOH എടുക്കാം. ഓക്കെ, ഓൺ സോലുബിൾ സോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് Fe സോലുബിൾ സോൾട്ട് അല്ലേ, FeSO4 എടുക്കുവാണെങ്കിൽ ഓക്കെ, ഈ എക്സാമ്പിൾ മതി. നോക്കിയേ, ഇതൊരു സോലുബിൾ സോൾട്ടാ, FeCl3 സോലുബിൾ ആണ്, സോലുബിൾ സോൾട്ട് ആണ്. NaOH ഒരു സോലുബിൾ ബേസ് ആണ്, സോലുബിൾ ബേസ് ആണ്. ഇത് ഒരു സോൾട്ട് ആണ്. ഇതുണ്ടോ, ഇതൊരു ഇൻസോലുബിൾ ആയിട്ടുള്ള, ഇത് പ്രസിപ്പിറ്റേറ്റ് ആണ്. ഇത് ഇൻസോലുബിൾ ആയിട്ടുള്ള ഒരു ബേസ്. കണ്ടോ, അവര് ഇൻസോലുബിൾ ബേസിനെ ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? സോലുബിൾ ബേസും സോലുബിൾ സോൾട്ടും തമ്മിലുള്ള റിയാക്ഷൻ മൂലം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? എ സോലുബിൾ സൾഫേറ്റ് D soluble സൾഫേറ്റ്
sulfate by the action of an acid on a metal. ഒരു സോലുബിൾ സൾഫേറ്റ് വേണം. സോലുബിൾ സൾഫേറ്റിനെ നമുക്ക് വേണമെങ്കിൽ നേരത്തെ പോലെ സിങ്ക് സൾഫേറ്റ് എടുക്കാം, കോപ്പർ സൾഫേറ്റ് എടുക്കാം. പക്ഷെ അതിനകത്തൊരു പ്രശ്നം ബൈ ദി ആക്ഷൻ ഓഫ് ആൻ ആസിഡ് ഓൺ എ മെറ്റൽ. അപ്പൊ അവിടെ നമുക്ക് കോപ്പർ സൾഫേറ്റ് എടുത്തു കഴിഞ്ഞാലും അത് വേണമെങ്കിലും പറ്റും. നമുക്കിപ്പം വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, അതായത് സിങ്ക് പ്ലസ് H2SO4 gives ZnSO4 plus H2. ഇത് ഒരു സോലുബിൾ സൾഫേറ്റ് ആണ്. ഇത് മെറ്റലാണ്, ഇത് ആസിഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ റിയാക്ഷൻ ഇവിടെ ഉപയോഗിക്കാം. എന്താ, ഈ CuSO4 ഉണ്ടാക്കുന്ന രീതി വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. എന്താ, ഇവിടെ Cu പ്ലസ് H2S. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, Cu കോപ്പർ അല്ലേ, കോപ്പർ ഹൈഡ്രജനെ ഡിസ്പ്ലേസ് ചെയ്യില്ല. അപ്പൊ ഇത് തന്നെ പഠിക്കണം. ബിയുടെ ആൻസർ ആയിട്ട് ലെഡ് സൾഫേറ്റ് വരുമെന്നാണോ ചോദിച്ചിരിക്കുന്നത്? ഈ സന ചോദിച്ചിരിക്കുന്നത് ആണോ? സന, ഈ AgCl പകരം ആണോ ചോദിച്ചിരിക്കുന്നത്? ലെഡ് സൾഫേറ്റ് എടുക്കണമെങ്കിൽ ലെഡ് സൾഫേറ്റ് ഇൻസോലുബിൾ സോൾട്ടാ കേട്ടോ സന. PbSO4 ഇൻസോലുബിൾ ആയിട്ടുള്ള സോൾട്ടാ. പക്ഷെ അതിനെ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ എന്താ പറയുന്നത്, ആക്ഷൻ ഓഫ് ആൻ ആസിഡ് ഓൺ അനദർ സോൾട്ട്. അപ്പം SO4 വരണമെങ്കിൽ ഉറപ്പായിട്ടും ആസിഡ് എന്തായിരിക്കണം, H2SO4 ആയിരിക്കണം. വേറെ സോൾട്ട് ഏതാ? Pb വരുന്ന ഒരു സോൾട്ട് വേണം. അപ്പൊ അതിനെ എങ്ങനെ എടുക്കാൻ പറ്റും? വേണമെങ്കിൽ PbNO3 ട്വൈസ് എടുക്കാം. PbNO3 ട്വൈസ് എന്ന് വേണമെങ്കിലും എടുക്കാം. ഇങ്ങനെ വേണമെങ്കിലും എടുക്കാം. പക്ഷെ അതിലൊന്നും പോകണ്ട. അതിനെക്കാട്ടും നല്ല ഇതല്ലേ, നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു ഇൻസോലുബിൾ ആയിട്ടുള്ള സോൾട്ട് AgCl ആണ്. അപ്പൊ നമുക്കത് പെട്ടെന്ന് റിയാക്ഷൻ പഠിച്ചു വെക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രയും ഞാനിന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തെങ്കിൽ അല്ലെ ആൻസറും അതിനകത്ത് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ നിർത്താം. അപ്പൊ ഈ ചാപ്റ്റർ ഇവിടെ തീർന്നു. അടുത്ത ദിവസം നമ്മൾ ഫിസിക്സ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് പോട്ടെ. അപ്പൊ എന്നാ പിന്നെ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്.